ഹലോ ആ യാസറേ ആ ബ്രേക്കാ പറയും. പിന്നെ ഒരു 2 കിലോ ചെമ്മീനും ഒരു 2 കിലോ നല്ല ബീഫും. അതെന്താ ഇപ്പോൾ വിരുന്നേരം വല്ലവരും ഉണ്ടോ ചെമ്മീനും ബീഫൊക്കെ വാങ്ങണ്? ഇല്ലെന്നേ സെമീർമോൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നേ. നാളെ ഉണ്ട് തോന്നും കുട്ടികളൊക്കെ 2-3 കൊല്ലയിലും പോയിട്ട്. ആ സെമീർ വരെ ഉണ്ടോ? എന്നാൽ ഞാൻ എത്തിച്ചോളാം. എന്നാ ശരി, ആയിക്കോട്ടെ. ആയിഷ, മക്കള് വന്നിട്ടാ. എന്താ സാധിക്ക പറഞ്ഞ പോലെ പിന്നെടാ നാളത്തെ കാര്യം പറഞ്ഞില്ലട്ടാ. അത് ഓക്കെയാണ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ? സുഖമായിരുന്നു. അല്ല മോനെ, ഓളും കുട്ടികളും എവിടെ? അവരെ എയർപോർട്ടിൽ നിന്ന് തന്നെ വഴി ഓളെ വീട്ടിലിറങ്ങി 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അമ്മ. ആ മോനെ, ഞാനേ ഓളും കുട്ടികളൊക്കെ വരും എന്ന് വിചാരിച്ചിട്ടേ ചെമ്മീൻ കറിയും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചു. എന്തായാലും ഇപ്പോൾ ഓലൊന്നും വന്നില്ലല്ലോ. മോൻ വന്ന് ചോറ് കഴിക്ക്. അമ്മ ഉച്ചക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാന്നാ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടുന്ന് കഴിക്കുക. ഇന്ന് ഉമ്മാൻ്റെ കുട്ടിയെ രാത്രിക്കെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ലേ? പിന്നെ രാത്രി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൊടുത്തിരുന്നത് അവിടുന്ന് കഴിക്കാമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയിഷ, ഇജ്ജ് എന്തിനാ ഈ കരയണേ? കരയണ്ട, ഓൻ പറയണൊക്കെ ഞാൻ കേട്ടിക്കണം. നമ്മൾ ജീവിച്ച കാലമൊന്നുമില്ല, ഇത് മക്കളെ കാലല്ലേ. നമുക്ക് ബുദ്ധിയില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാവും. അത് ക്ഷമിച്ചാളെ. ഹലോ. പറയ്. എനിക്ക് ഇവിടെ വന്നിട്ടാണ്ട് വീട്ടിൽ പോവായിരുന്നു. എന്താ നിങ്ങളീ പറയുന്നത്? ഞാൻ ഒരു 3 ദിവസമല്ലേ ഇവിടെ നിൽക്കുള്ളൂ. എനിക്ക് ഉമ്മാക്കൊന്ന് വിളിക്കുകയെങ്കിലും ചെയ്യായിരുന്നു കേട്ടാ. ഉമ്മാനോട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഞാൻ എന്തിനാ വിളിക്കുന്നത്? എന്തെങ്കിലും ചെയ്യേ. അമ്മ, നാളെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് ദുബായിലുള്ള. അപ്പോൾ അവർക്ക് കഴിക്കാൻ കുറച്ച് ഫുഡ് വേണം, ടേസ്റ്റുള്ള ചിക്കനും മട്ടനും ബീഫൊക്കെ വേണം. അവർ 3-4 ദിവസം ഇവിടെ ഉണ്ടാവും. എൻ്റെ കൂട്ടുകാർക്ക് വെച്ച് വിളമ്പാനല്ല ഞാൻ അമ്മാനോടെ കെട്ടിക്കൊടുന്നുള്ളത് തന്നെ. അനക്ക് വേണ്ടിയിട്ട് ഉച്ചക്ക് അനക്ക് മീൻ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഉമ്മ അവിടെ ഉണ്ടാക്കി വെച്ചില്ലേ ബീഫും. ഉച്ചക്ക് കഴിച്ചില്ല. രാത്രി ഉമ്മയുടെ കൂടെ കഴിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞപ്പോൾ അപ്പോഴും കഴിച്ചില്ല. ഇപ്പം എൻ്റെ കൂട്ടുകാർക്ക് വെച്ചുണ്ടാക്കാൻ ഉമ്മ വേണം, ചിക്കനും മട്ടനും മീനൊക്കെ. അതിനെ ഈ കെട്ടിക്കൊടുന്നില്ലേ, ഓളണ്ട് വരുത്തിക്കും. എന്നിട്ട് ഓളണ്ട് വരുത്തിയിട്ട് ഓളെ കൊണ്ട് വെച്ചുണ്ടാക്കി എൻ്റെ കൂട്ടുകാർക്ക് വിളമ്പി കൊടുക്കും. അതാണ് മര്യാദ. അല്ലാതെ എൻ്റെ കൂട്ടുകാരന്മാർക്ക് വെച്ചുണ്ടാക്കാനല്ല അമ്മ. കുടുംബബന്ധത്തിൻ്റെ മഹിമ മനസ്സിലാക്കണം. പിന്നെ ഒരാഴ്ചക്ക് ഞാനും ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങളൊരു ടൂർ പോവാൻ ഒരു 4-5 ദിവസം കൊടൈക്കനാൽ, ഊട്ടി, കുടുംബക്കാർ ബന്ധുക്കാരെ വീട്ടിലൊക്കെ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. ഇജു എൻ്റെ കെട്ടിയോളും കൂട്ടുകാരന്മാരൊക്കെ എങ്ങനെ വെച്ചാൽ ആഘോഷിക്കും, സന്തോഷിക്കും.